ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരുന്നത് നൈസ് പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പൊടിയാണ് ഞാൻ പത്തിരി ഉണ്ടാക്കാൻ എടുക്കുന്നത്. അതിന് വേണ്ടി 1.5 ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ച് തിളപ്പിച്ചു. അല്പം ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം തിളച്ച് വന്നപ്പോൾ പൊടിയിട്ട് നടുക്കൊരു തുള ഉണ്ടാക്കി ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി എടുത്തു നല്ല ചൂടോടുകൂടി കുഴച്ച് ഇതുപോലുള്ള ബോൾസാക്കി എടുക്കുക. അതിനുശേഷം പ്രസ്സിലേക്ക് വെച്ച് ഒന്ന് പരത്തുമ്പോൾ തന്നെ നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടും. കണ്ട, ഇതുപോലുള്ള പത്തിരി കിട്ടണമെങ്കിൽ ഇതുപോലെ വാട്ടണം. അതിനുശേഷം നമുക്ക് പൊടി തട്ടേണ്ട ആവശ്യമില്ല. ഒരു പേപ്പറിലേക്ക് കുറച്ച് പൊടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു നെറ്റ് വിരിച്ചതിന് ശേഷം പത്തിരിയിട്ട് ഇങ്ങനെ എടുത്ത് വച്ചാൽ മാത്രം മതി. ഞാൻ അടുപ്പിലാണ് പത്തിരി ചുടുന്നത്. ഇങ്ങനെ കല്ല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു വശം ഒന്നുണങ്ങി വരുമ്പോൾ ഒന്ന് തിരിച്ചിടുക. അതിനുശേഷം ഒറ്റ മറിക്കലിന് പത്തിരി ഇതുപോലെ പൊങ്ങി പൊളച്ച് വരുന്നതാണ്. ഒറ്റയ്ക്കൊരു മറിക്കൽ മറിച്ചാൽ മതി. 5-6 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചിട്ട് കഴിഞ്ഞാൽ പത്തിരി കല്ലച്ച് പോകും. നൈസായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഇടണം. അതിനുശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് ചുട്ടിട്ട് ചെറിയൊരു ആവി പോയതിന് ശേഷം മാത്രമേ കാസറോളിലേക്ക് വെച്ച് അടച്ചു വയ്ക്കാവുള്ളൂ. ഇതുപോലെ ഇങ്ങനെ എടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം വരെ ഈ പത്തിരി നൈസായിട്ട് തന്നെ ഇരിക്കും. ഇത് ഉണങ്ങിപ്പോവുക ഒന്നുമില്ല. പത്തിരിക്ക് കോമ്പിനേഷനായിട്ട് ബീഫ് കറി ഉണ്ട്. പിന്നെ പത്തിരിയുടെ കളർ ഇങ്ങനെ ഇരിക്കണം എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് നമ്മുടെ കൃഷി ചെയ്ത നെല്ലെടുത്ത് കുത്തി അരിയാക്കി പൊടിച്ചുണ്ടാക്കിയ പൊടിയാണ്. അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ നല്ല തേങ്ങാപ്പാൽ മുക്കി അതിനകത്തേക്ക് ബീഫ് കറി ഒഴിച്ച് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാം. ജ്യൂസ്, തണ്ണിമത്തൻ, കട്ട്ലൈറ്റ്, ഇത്രയുമാണ് നോമ്പ് തുറക്കാനുള്ളത്. പിന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.